ശ്രീ പ്രിന്റു മഹാദേവ്, കണക്കുകൾ ഇങ്ങനെ നിരത്തുകയാണ് സംസ്ഥാന സർക്കാർ. എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തരാനുള്ളതൊന്നും തരുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇപ്പോൾ കേന്ദ്രം കൃത്യമായി ഇൻസെന്റീവിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോഴും ഓണറേറിയത്തിന്റെ കാര്യം മിണ്ടുന്നതേയില്ല. ഇനി വീണ്ടും ഇത് വച്ച് താമസിപ്പിക്കൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകൽ, എന്നിട്ട് വീണ്ടും കേന്ദ്രത്തിനെതിരെ പഴി പറയൽ, ഇത് തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഈ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ മുൾമുലിൽ നിർത്താനുള്ള ശ്രമമാണ് ഇന്നലെ വരെ വീണ ജോർജ് ചെയ്തത്. പക്ഷെ എല്ലാം തന്നെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു വീണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വസ്തുതകൾ അങ്ങനെ ഒരു ഡിജിറ്റൽ ലോകത്ത് നമുക്കറിയാം, പഴയ പോലെ ദേശാഭിമാനിയും കൈരളി ചാനലും മാത്രം കാണുകയും വായിക്കുന്ന ജനങ്ങളല്ല കേരളത്തിലെ ആളുകൾ. ഇപ്പൊ ഡിജിറ്റൽ ലോകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് വളരെ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും 1980കളിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്കും പിണറായി വിജയനോ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കേന്ദ്രം കൃത്യമായിട്ട് ഇപ്പോൾ നേരത്തെ ആദരണീയമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ 10 വർഷം കൊണ്ട് 2,26,000 കോടി രൂപയാണ് പദ്ധതിയേതര വിഹിതമായിട്ട് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഇപ്പൊ GST നഷ്ടപരിഹാരം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ തനത് വരുമാനവും ഇതുവരെ പിരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ ആശാ വർക്കർമാരോട് കേണപേക്ഷിച്ച് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കേന്ദ്രത്തിനല്ല കുറ്റം പറയേണ്ടത്. അവർ പറയുക, ഞങ്ങൾ വലിയ ധനകാര്യ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾക്ക് നഞ്ച് മേടിച്ച് കഴിക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത അപരാധവും പുറത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് കപട വാഗ്ദാനമാണെന്ന് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഈ കേരളത്തിലെ കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ പ്രഹസനം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. പിന്നെ നേരത്തെ ആദരണീയമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധ പറഞ്ഞ കോ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. ഈ കോ ബ്രാൻഡിങ് ആരംഭിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരല്ല. നമ്മൾ ഇത് ഇന്ത്യ മഹാരാജ്യത്ത് വന്ന സർക്കാരുകൾ മുഴുവൻ അവരുടെ പദ്ധതികൾക്ക് കൃത്യമായിട്ടുള്ള പേര് നൽകിയിട്ടുണ്ട്. അവിടെ പലപ്പോഴും ഉണ്ടായിരുന്ന പദ്ധതികളുടെ പേര് ഒന്നില്ലെങ്കിൽ നെഹ്റുവിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്ദിരയുടെ പേരിൽ, അല്ലെങ്കിൽ രാജീവിന്റെ പേരിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ പേരിലേക്ക് ഇവിടുത്തെ പദ്ധതികളാണ് വരുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്, പ്രധാനമന്ത്രി സഡക് യോജനയാണ്, പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്, നരേന്ദ്രമോദി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയല്ല. അങ്ങനെ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ കോ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് അത് രേഖപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിവിടെ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ആ പേര് ഇവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് മിഷനാക്കി മാറ്റി. നിങ്ങൾ അങ്ങനെ പറയല്ലേ ഒരു സ്ഥലത്തും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ പറയില്ല. നിങ്ങളത് കുപ്രചരണം നടത്തല്ലേ? നിങ്ങൾ ജനങ്ങളുടെ പണം തന്നെയാണ് ഇവിടെ ഈ മഹാരാജ്യത്ത്. പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൈസ കൊണ്ടായിരുന്നല്ലോ. നിങ്ങൾ EMS എന്നുള്ള പേര് വെച്ചിട്ടില്ലേ? ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികൾക്ക് പേരുണ്ട് സാർ. പേരും ആളും അർത്ഥമില്ലാത്ത സർക്കാരല്ല. പക്ഷെ ആ പേര് നരേന്ദ്രമോദി അല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്. ഈ പേര് കോ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തയ്യാറായല്ലോ. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറായി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നല്ലോ ഞങ്ങൾ തയ്യാറല്ല എന്ന്. നിങ്ങൾ ഇപ്പോൾ തയ്യാറായത് മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ ഫണ്ടുകൾ ലാപ്സായി മാറില്ലായിരുന്നു. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇവിടെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കടമെടുത്ത് മുടിയുന്ന ഒരു സർക്കാർ ഇവിടെ ആശാ വർക്കർമാരെ പട്ടിണിക്കിടുന്നു. കുറച്ച് സമയം മുമ്പാണ് നമ്മുടെ ഈ പറയുന്ന സ്കൂളിനകത്ത് ഉച്ചക്കഞ്ഞി വെക്കുന്ന അവിടുത്തെ ആയമാർക്കുള്ള ശമ്പളം മുടങ്ങിക്കിടക്കുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പദ്ധതി വിഹിതം മുഴുവൻ വകമാറ്റി. അവർക്ക് 4-5 മാസങ്ങളായിട്ടാണ്. പിന്നെ കേന്ദ്രം കൃത്യമായി ഇടപെട്ട് ഈ കണക്കുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ പാവപ്പെട്ട അശരണായിട്ടുള്ള ഈ അമ്മമാർക്ക്, സർവ്വസാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഈ ആശാ വർക്കർമാരായി പോകുന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളായി പോകുന്നത്, അംഗനവാടി ജീവനക്കാരായി പോകുന്നത്, ഹരിത വർക്കർമാരായി പോകുന്നത്. അവർക്കുള്ള ശമ്പളമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ആ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം നിങ്ങൾ 1 രൂപ കൊടുക്കണ്ട. ഞങ്ങൾ ഉറച്ചു സംസ്ഥാന സർക്കാർ 1 രൂപ കൊടുക്കണ്ട. കേന്ദ്രം നൽകുന്ന പദ്ധതി വിഹിതം നിങ്ങൾ വകമാറ്റാതെ കൃത്യമായി ഈ പറയുന്ന അശരണ അനുഭവിക്കുന്ന വിഭാഗങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കാരണം നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 60% ഇപ്പോഴും പോകുന്നത് പെൻഷൻ കൊടുക്കാനും ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമാണ്. അത് നോക്കൂ, അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി, ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടക്കുന്ന പദ്ധതി, ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറേണ്ടത് അടിസ്ഥാന ജനവിഭാഗമാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് അതിന്റെ നേട്ടങ്ങൾ കിട്ടാതെയാകുന്നു. അത് കിട്ടുന്നത് ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളാണ്, PSC മെമ്പർമാർക്കാണ്, കേസ് തോറ്റു കൊടുക്കുന്ന വക്കീലന്മാർക്കാണ് പണം കൊടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം മേടിക്കാൻ വേണ്ടി 100 കോടിയാണ്
അനുവദിക്കുന്നത്? അപ്പൊ നോക്കൂ, അപ്പൊ അവിടെയാണ് കേന്ദ്രം ഇടപെടുന്നത്, അവിടെയാണ് കണക്ക് ചോദിക്കുന്നത്. കണക്ക് ചോദിക്കുമല്ലോ, നിങ്ങൾ ഒരു പദ്ധതിക്ക് കൊടുക്കുന്ന പണം എന്തിന് ചെലവാക്കി എന്നുള്ളത് കൃത്യമായി ചോദിക്കും. കാരണം എന്താണ്, ഒരു സിംഗിൾ വിൻഡോയിലേക്ക് കേന്ദ്ര ധനകാര്യ മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. ലോകത്തിലെ ആഗോള സാമ്പത്തികത്തിലെ 5ാമത്തെ ശക്തിയായി ഭാരതം മാറിയത് ശക്തമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക മേഖല ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ ഒരു സംസ്ഥാനം ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായ ശ്രമം നടക്കുന്ന സമയത്ത് മൂക്കുകയറുകൊണ്ട് വരിഞ്ഞു മുറുക്കും. അതെന്തിനാണ്? ഒരു സംസ്ഥാനം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ ചട്ടം പഠിപ്പിക്കേണ്ടത് ധനകാര്യ മാനേജ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മീഷനുകളുടെ ഉത്തരവാദിത്തമാണ്. കേന്ദ്ര കമ്മീഷനുകളുടെ ധനകാര്യ കമ്മീഷൻ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഭരണ സംവിധാനം 9 വർഷമായിട്ട് തകർത്തു തരിപ്പണമാക്കി മാറ്റി. ഇപ്പൊ ക്യൂബയിൽ പോയിട്ട് മറ്റൊരു കാര്യം അവസാനിപ്പിക്കാം. ഇപ്പൊ ക്യൂബയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഈ ക്യൂബയുമായിട്ടുള്ള വലിയ ചർച്ച. ശരി, അതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. പച്ചക്കള്ളവും കണക്കിലെ പൊള്ളത്തരങ്ങളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജും CPM-ഉം ആശമാരുടെ സമരത്തെ അവഹേളിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 കഴിയുന്നു. ഈ ഹുങ്കും ധാർഷ്ട്യവും ഒക്കെ കൈമുതലായവർക്ക് ഒരുപക്ഷെ അതിജീവനത്തിനായി പൊരുതുന്നവരെ മനസ്സിലാകണമെന്നില്ല. അധികാരം നേടുന്നതിന് വേണ്ടി തലകുമ്പിടുന്നതും അതിജീവനത്തിനായി തല ഉയർത്തി സമരം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്.